ഏവർക്കും നമസ്കാരം. ഏവർക്കും അസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ നാട്ടിലെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട രസകരമായ ഒരു കാര്യമാണിത്. പേര് കേട്ടാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ പറ്റും. ജിഹ്വാദോഷമെന്നും വാഗ്ദോഷമെന്നും ദൃഷ്ടിദോഷമെന്നും പറയും. ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളും അതിനുള്ള റെമഡിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ ഇതിനെ ഒരുതരം ബാധാദോഷമെന്ന് വിളിക്കാം. നമുക്കൊരു നന്മ വന്നു എന്നിരിക്കട്ടെ, അതിനെ ഒരുപാട് പേര് പ്രശംസിക്കും. പക്ഷെ ആ പ്രശംസ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വരും. ആ ദോഷമായിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, അപ്രതീക്ഷിതമായ ചില ദുരിതങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ പ്രശംസയുടെ ഫലമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ചിലരുടെ ദൃഷ്ടി, അതും നമുക്ക് ദോഷമായി ഭവിക്കാറുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ഇടയിൽ തന്നെ കാണും. ഇതിന് ജ്യോതിഷ പരിഹാരം തേടി കുറേയധികം ആൾക്കാർ ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്. അതിൽ രസകരമായ ഒന്ന് രണ്ട് കാര്യം ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കല് കോഴിക്കോട് നിന്നാണ് ഒരാൾ വിളിച്ചു. അദ്ദേഹം ഒരു പുതിയ വാഹനം വാങ്ങി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്നു, കണ്ടു, പ്രശംസിച്ചു. എല്ലാവർക്കും സന്തോഷമായി. ചിലർ അഭിനന്ദിച്ചു, ചിലർ ആശംസകൾ അറിയിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരൊരു യാത്ര പോകാനായിട്ട് പുറപ്പെടുകയാണ്. അപ്പോൾ യാത്രയിൽ പകുതി വഴിയിൽ വെച്ച് ഒരു പരിചയക്കാരനെ കാണുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം പുതിയ വാഹനം വാങ്ങിയ കാര്യം അറിയുന്നത്. ഉടൻ തന്നെ അതിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ച് ഈ വാഹനത്തേക്ക് ഒന്ന് നോക്കി അതിലൊരു അപ്രീസിയേഷനൊക്കെ നൽകി സന്തോഷമായിട്ട് പിരിക്കും. ഇവർ വീണ്ടും യാത്ര ചെയ്ത് കൃത്യം അരമണിക്കൂർ ആകുന്ന സമയമായപ്പോഴത്തേക്ക് വണ്ടി ആക്സിഡൻ്റായി. സ്വാഭാവികം എന്നേ അവർ കരുതിയുള്ളൂ. വേറൊന്നും അവർ ചിന്തിച്ചില്ല. ഏകദേശം ഒരാഴ്ചയോളം എടുത്തു. മേജർ പണികൾ എന്തോ ഉണ്ടായിരുന്നു, അതെല്ലാം പൂർത്തിയാക്കി വണ്ടി തിരിച്ചു കൊണ്ടുവന്നു. 2-3 മാസത്തിന് ശേഷം ഈ വ്യക്തി ഏതോ ഒരു ആവശ്യത്തിന് ഇവരുടെ വീട്ടിലെത്തുകയാണ്. വീടിൻ്റെ മുൻവശത്ത് ഒരു മാവ് നിൽപ്പുണ്ട്. അതിൽ നിറയെ കായ്ഫലങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. വന്ന പാടെ ഇത് കണ്ടിട്ട്, മാവിൽ നിറച്ച് മാങ്ങയൊക്കെ ആണല്ലോ, എല്ലാവർക്കും ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കുറച്ച് നേരം അവിടെ ചെലവഴിച്ചിട്ട് വന്ന ആവശ്യം കണ്ടിട്ട് മടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേന്ന് രാവിലെ മുതൽ മാങ്ങകൾ മാവിൽ നിന്ന് ഒരു കാരണവും കൂടാതെ കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആയപ്പോൾ അവർക്ക് മനസ്സിൽ ഒരു ചെറിയ സംശയമോ, അപ്പൊ ഇത് ദൃഷ്ടിദോഷമാണോ, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും അത് ദൃഷ്ടിദോഷം തന്നെയാണ്. ഇതുപോലെ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൽ നിന്നാണ് ഒരാൾ വിളിച്ചത്. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതായിരുന്നു: മകന്റെ ബർത്ത്ഡേ പാർട്ടി വളരെ ഗംഭീരമായിട്ട് നടത്തി. ഒരുപാട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ ക്ഷണിച്ചു. എല്ലാവരും വന്നു, ഗിഫ്റ്റൊക്കെ കൊടുത്തു, അനുമോദിച്ചു, ആശംസിച്ചു, തിരികെ പോയി. അന്ന് രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് ഛർദിലുണ്ടാവുകയാണ്. എന്നിട്ട് നേരെ അവർ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഒരാഴ്ചയോളം ഹോസ്പിറ്റലിൽ കിടന്ന് തിരിച്ചു വന്നു. ഇതും എന്തെങ്കിലും പ്രത്യേക ദോഷം കൊണ്ടാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്ന ആൾക്കാരിൽ പലതരത്തിലുള്ള ദൃഷ്ടികളുണ്ട്. അതിൽ കൺദൃഷ്ടിയുള്ള ചില ആൾക്കാർ കാണും. നമുക്കറിയില്ല, അതിന് കരിങ്കണ്ണെന്നോ കണ്ണീർ ദോഷമെന്നൊക്കെ പറയും. ഇത് ബാധിച്ചാൽ ആ ബാധ കൊണ്ട് തന്നെ ദുരിതങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സത്യം. ഇത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ഇടയിൽ നിരവധി ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നു. ഒരുപക്ഷെ വീടിൻ്റെ അയലത്തോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ
കൂട്ടത്തിലൊക്കെ ആയിരിക്കും ഇത്. നമ്മളൊരു നല്ല വസ്ത്രം ധരിച്ചു കൊണ്ടുപോയാൽ ഇത് കൊള്ളാമല്ലോ എന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരികെ വരുമ്പോൾ ഒന്നുകിൽ അതിനൊരു കീറൽ, അല്ലെങ്കിൽ അതിനകത്തൊരു കറപറ്റൽ ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ശരീരമൊക്കെ ഒന്ന് നന്നായിരിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും വിശേഷങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ ഇപ്പം നന്നായിരിക്കുകയാണല്ലോ, ഇപ്പം സുഖമൊക്കെ അല്ലേ എന്ന് ചോദിക്കും. ഉറപ്പായിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ഒന്നുകിൽ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പം ഇതൊക്കെ പണ്ടേ നമ്മുടെ നാട്ടിലുള്ളതാണ്. പലരും ഇതിനെ അന്ധവിശ്വാസങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തള്ളും. പക്ഷേ 1, 2, 3 അനുഭവങ്ങൾ വരുമ്പോൾ പതുക്കെ ഇതിൻ്റെ സത്യത്തിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയതയിലേക്ക് നമ്മൾ തിരിയും. അപ്പം ഇങ്ങനെ മറ്റുള്ളവരുടെ അറിഞ്ഞോ അറിയാതെയോ ഉള്ള ദൃഷ്ടി കൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ നമ്മൾക്കുണ്ടാകുന്ന ദോഷത്തെയാണ് ജിഹ്വാദോഷം അഥവാ വാഗ്ദോഷം അല്ലെങ്കിൽ കണ്ണേറ്, കമ്പേർ എന്നൊക്കെ പറയുന്നത്. ഇതിങ്ങനെ അടിക്കടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു പൊടിക്കൈയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതിനുവേണ്ടി ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മുക്കണ്ണൻ ചിരട്ട എടുക്കുക. 3 കണ്ണുള്ള അല്ലെങ്കിൽ കണ്ണിന്റെ ഭാഗത്തെ ചിരട്ട എടുക്കുക. അതിൽ ഒരു 1/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം മണൽ നിറയ്ക്കുക. മണൽ അല്ലെങ്കിൽ പാറപ്പൊടി ആയാലും മതി. ഇനി ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ ഇഷ്ടികപ്പൊടി കിട്ടുമെങ്കിൽ അതായാലും മതി. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇടുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മിക്സറിൽ 1, 2 നുള്ള് കടുക് വിതറണം. 3 അല്ലെങ്കിൽ ഒരു 5 നുള്ളായാലും കുഴപ്പമില്ല. എന്നിട്ട് കുറച്ച് കർപ്പൂരം എടുക്കുക. കർപ്പൂരം എടുത്തിട്ട് ഈ വിതറിയ കടുകിൻ്റെ മുകളിലേക്ക് ഇടുക. എന്നിട്ട് തീ തെളിക്കുക. എന്നിട്ട് ഈ ദീപം കൊണ്ട് ഈ വാഗ്ദോഷം ഏറ്റ വ്യക്തിയെ ഒഴിയണം. 3 തവണ ഒഴിയണം. അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഒഴിയേണ്ടത്, അല്ലെങ്കിൽ റിവേഴ്സ് ആയിട്ടാണ് ഒഴിയേണ്ടത്. എന്നിട്ട് ഇനി പറയാൻ പോകുന്ന മന്ത്രം അതൊരു 3 തവണ ജപിക്കുകയും കൂടി വേണം. മന്ത്രം എന്താണെന്ന് നോക്കാം. ഓം ഹ്രീം അഗ്നയേ മഹാമൂർത്തേ തീഷ്ണരൂപപ്രകൃതയേ ജിഹ്വാസ്ത്രദോഷമേവം നിവാരണമിതം ഹും ഫഡ്. പ്രകാരം മന്ത്രം 3 തവണ ചൊല്ലി 3 തവണ ഒഴിയണം. എന്നിട്ട് ഈ ദീപം ആ വ്യക്തിയുടെ മുമ്പിലേക്ക് കാണിക്കുക. അപ്പോൾ ഈ ദീപത്തെ നോക്കിക്കൊണ്ട് ആ വ്യക്തി ഓം ഭം എന്ന് 3 തവണ പറയണം. അതിനുശേഷം ഈ ചിരട്ടയിലിരിക്കുന്ന വസ്തു അപ്പാടെ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഭൂമിയിൽ കമഴ്ത്തി വയ്ക്കുക. കുറേ കഴിഞ്ഞതിന് ശേഷം ഇതിനെ എടുത്ത് ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് കളയുക. ഇതാണ് ഈ ജിഹ്വാദോഷം അഥവാ വാഗ്ദോഷം അഥവാ കണ്ണേറ് മാറുന്നതിനുള്ള ഒരു പൊടിക്കൈ. പണ്ട് പുരാതനമായ കാലങ്ങൾ തൊട്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂർവികരായ ആൾക്കാർ സ്വായത്തമാക്കി വെച്ചിരുന്ന ഒരു വിദ്യയാണ്. അപ്പം ഇപ്രകാരം അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ ഏൽക്കാൻ സാധ്യതയുള്ള ഈ ദോഷത്തെ മാറ്റിക്കളയാവുന്നതാണ്. ആർക്കെങ്കിലും ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എങ്കിൽ അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ശാസ്ത്രീയത നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കേണ്ട. ഇത് പൂർവികമായ ഒരു ആചാരം ആണ്. പലപ്പോഴും ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടാകാം ഇങ്ങനെ പാരമ്പര്യമായിട്ട് തന്നെ ഇത് ആചരിച്ചു വരുന്നത്. എല്ലാവരും ആവശ്യമെങ്കിൽ ഈ വിദ്യ പ്രയോഗിച്ച് ജിഹ്വാദോഷം മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ കൂടി അമർത്തിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ആധ്യാത്മികമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.